പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ഉദിക്കുന്ന അഥവാ ഉദയം ചെയ്യുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പരമ്പരയിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ചും യേശു ഉപമകളിലൂടെ വെളിപ്പെടുത്തിയ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. അനേകം ഉപമകളിലൂടെ യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ പാഠങ്ങൾ പഠിക്കാനാണ് ഉദയം എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ആദ്യത്തെ 3-4 പ്രഭാഷണങ്ങൾ ഉപമകളെക്കുറിച്ചുള്ള പൊതുവായ പഠനങ്ങളായിരിക്കും. ഇത് 4ാമത്തെ പ്രഭാഷണമാണ്. തുടർന്നുള്ളത് പ്രധാനപ്പെട്ട ഉപമകൾ ഓരോന്നും എടുത്ത് പഠിക്കാനുള്ള ശ്രമമായിരിക്കും. ഇന്നത്തെ പഠനം നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് ലഭിച്ചിട്ടില്ല. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യേശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാനവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യവുമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രസ്താവനയാണ് യേശുവിൻ്റേത്. യേശു ഉപമകളിലൂടെ സംസാരിച്ചു. ഏവർക്കും ഗ്രഹിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് നമ്മൾ പൊതുവെ കാണുക. അനുദിന ജീവിതത്തിൽ നടത്തിയെടുത്ത ഉദാഹരണങ്ങളിലൂടെ ഏവർക്കും മനസ്സിലാകുന്ന വ്യക്തമാകുന്ന കാര്യങ്ങളിലൂടെ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പിതാവിൻ്റെ കരുണയെയും കരുതലിനെയും കുറിച്ച്, പിതാവിൻ്റെ ക്ഷമയെക്കുറിച്ച്, പരിപാലനയെക്കുറിച്ച് എല്ലാം വളരെ വ്യക്തമായ രീതിയിൽ സംസാരിച്ചിട്ടും എന്തേ മനസ്സിലാവുന്നില്ല? കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചായിരുന്നു. അവൻ ഉപമകളിലൂടെ സംസാരിച്ചു. ആ ഉപമകൾക്ക് ശേഷം പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോഴേ ഉപമകളിലൂടെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്ന ഒരു സൂചന എവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിധക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുക, എന്താ ഇതിൻ്റെ അർത്ഥം? നീ എന്തുകൊണ്ടാണ് അവരുടെ ഉപമകളിലൂടെ സംസാരിക്കുന്നത്? ആ ഉപമകളിലൂടെ സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉപമകളിലൂടെയുള്ള സംസാരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും യേശു പറഞ്ഞ കഥകളാണ്. ചെറിയ ചെറിയ ഉദാഹരണങ്ങളെക്കാൾ കൂടുതലായി. ഇപ്പോൾ ഉപ്പിൻ്റെയും പുളിമാവിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ ഒരു ഉപമ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമുള്ള കാര്യമായിരിക്കും. പക്ഷേ യേശു പറഞ്ഞ ചില കഥകൾ, നമ്മൾ ഉപമകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കഥകളുടെ ബാഹ്യമായ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന്, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ വിത്ത് അവിടെ ഇവിടെ വീണ കഥയാണ് സാധാരണ എല്ലാവരും കാണുന്നത്. യേശു കടൽ തീരത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഗലീലി കടലിൻ്റെ തീരത്തുള്ള മലമ്പ്രദേശത്ത് ഒരാൾ വിതയ്ക്കുന്നത് വേണേൽ കാണാം. ഇതിനെന്താ സംഭവം? ഇത് സാധാരണ കാണുന്ന കാര്യമല്ലേ? ഇതിനെന്താ എത്ര പുതുമയിരിക്കുന്നത്? വിശദീകരിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്തുകൊണ്ടാണ് അവൻ ഈ കഥ പറഞ്ഞത് എന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് യേശു ഈ കഥകളിലൂടെ പറയുക? അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണോ, മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണോ? മർക്കോസിൻ്റെ സുവിശേഷം ഈ ഭാഗം എടുത്ത് പറയുന്നത് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനോ മനസ്സ് തിരിയാതിരിക്കുന്നതിനും വേണ്ടിയാണിത് പറയുന്നത് എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ പേർപ്പസ്, ഇവരുടെ കണ്ണടച്ചു കളയാൻ വേണ്ടി, ഒരിക്കലും മാനസാന്തരപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉപമകളിലൂടെ പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ക്രൂരമായിട്ട് തോന്നാം.
യേശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണിയാണെന്ന് ഓർക്കണം. യേശയ്യ 6:9 മുതൽ 10 വരെയുള്ള വാക്കുകളാണ് ഇവിടെ മത്തായി ഉദ്ധരിക്കുക. മത്തായും മർക്കോസും ലൂക്കായും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തുകൊണ്ട് യേശു ഉപമകളിലൂടെ സംസാരിക്കുന്നു? ആ ഉപമകളിലൂടെ സംസാരിക്കുന്നതിലൂടെ അവരുടെ മനസ്സിനെ അന്ധമാക്കി കളയുകയാണോ? അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണോ യേശു പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ക്രൂരമല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. എപ്പോഴാണ് യേശു ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങിയത്? യേശു പ്രധാനമായും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഉപമകളിലൂടെ വെളിപ്പെടുത്താൻ തുടങ്ങുന്നത് ആരംഭത്തിലല്ല. യേശു പ്രസംഗം ആരംഭിക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണ്. ഉദാഹരണത്തിന് മർക്കോസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ ബന്ധനസ്ഥനായി കഴിയുമ്പോൾ യേശു വരുന്ന കാര്യം മർക്കോസ് പറയുന്ന പ്രകാരമാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. വളരെ ലളിതമായിട്ടാണ് പറയുക. നിങ്ങളുടെ പ്രതീക്ഷയുടെ കാലം പൂർത്തിയായിരിക്കുന്നു. പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ തലമുറയായി, നൂറ്റാണ്ടുകളായി യഹൂദജനം, ഇസ്രായേൽ ജനം, ലോകജനം പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷ ഇതാ ഇവിടെ ആസന്നമായിരിക്കുന്നു. സമയം പൂർത്തിയായി, പ്രതീക്ഷയുടെ സമയം പൂർത്തിയായി. ദൈവരാജ്യം ഇതാ വാതിൽക്കലെത്തിയിരിക്കുന്നു, തുറന്നാൽ മതി. നിങ്ങളുടെ ഹൃദയവാതിൽ തുറക്കുക, ദൈവം അകത്ത് വരും. അതിന് 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. അനുതപിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. വിശ്വാസം, അനുതാപം. അനുതപിക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധമോ സങ്കടമോ മാത്രമല്ല അർത്ഥമാക്കുന്നത്. 2 കാര്യം വളരെ വ്യക്തമായിട്ട് യേശു ആവശ്യപ്പെടുന്നുണ്ട്, വളരെ ലളിതമായ ഭാഷയിൽ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഇതാ ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഇവിടെ വരുന്നു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. എന്നെ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. ഈ വിശ്വാസം മറ്റൊന്നിലേക്ക് നയിക്കണം. നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകണം, തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകണം. മെത്താനോയേയിൻ എന്നാണ് ഗ്രീക്ക് വാക്ക്. മെത്താനോയേയിൻ, നോയോസ് എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ്. മനസ്സ് മാറണം. നിങ്ങൾക്കൊരു പുതിയ മനസ്സുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് തൃശ്ശൂർക്ക് പോകേണ്ടത്. നേരെ ഇറങ്ങി അടുത്ത കാണുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് വരുന്ന ബസ്സിന് കൈ അടിച്ചു, ഞാനതിൽ കയറി. എന്നിട്ട് ഞാൻ തൃശ്ശൂർക്ക് ഒരു ടിക്കറ്റ് ചോദിക്കുമ്പോൾ കണ്ടക്ടർ പറയും, സാറേ ഇത് തൃശ്ശൂർക്കല്ല, എറണാകുളത്തേക്കാണ് പോകുന്നത്. അല്ല, എനിക്ക് തൃശ്ശൂർക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണേ, ബസ്സിൽ നിന്ന് ഇറങ്ങി വഴി ക്രോസ് ചെയ്ത് അപ്പുറത്തെ ട്രാക്കിൽ പോയി നിന്ന് തൃശ്ശൂർക്കുള്ള ബസ്സിൽ കയറണം. തൃശ്ശൂർക്ക് പോകേണ്ട ഞാൻ എറണാകുളത്തേക്കുള്ള ബസ്സിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ, അയ്യോ എനിക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കണം, എന്ത് പ്രായശ്ചിത്വം ചെയ്യാൻ, പക്ഷേ എനിക്ക് എറണാകുളത്തെത്തണം. ഒരു കാര്യവുമില്ല, ഒരു പ്രായശ്ചിത്വം ചെയ്തിട്ട് ആവശ്യവുമില്ല. നീ വണ്ടി മാറണം. ഈ വണ്ടി തൃശ്ശൂർക്ക് നിന്നെ കൊണ്ടുപോവുകയില്ല, എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഇതാണ് മാനസാന്തരം എന്ന് പറയുക. ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ മാറാതെ, എൻ്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകാതെ, എൻ്റെ ജീവിതശൈലിയിലും എൻ്റെ പ്രതീക്ഷകളിലും എൻ്റെ പ്രാധാന്യങ്ങളിലും പ്രാമുഖ്യങ്ങളിലും മാറ്റമുണ്ടാകാതെ എനിക്ക് ദൈവരാജ്യം ഒരു അനുഭവമാകാൻ സാധിക്കുകയില്ല. അപ്പോൾ യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മാനസാന്തരത്തിനുള്ള ആഹ്വാനമുണ്ടായിരുന്നു. ഇതുതന്നെയാണ് യോഹന്നാനും പറയുക. വൃക്ഷങ്ങളുടെ വേരിന് കോടാലിവിക്കപ്പെട്ടിരിക്കുന്നു, ഉപമയാണ്. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയപ്പെടും. അവൻ വീശുമുറവുമായിട്ട് വരുന്നുണ്ട്, അവൻ്റെ വീശുമുറവുണ്ട്. അവൻ കളം അടിച്ചു വെടിപ്പാക്കും, പതിരെല്ലാം കെടാത്ത തീയിൽ കത്തിക്കും, ധാന്യമറപ്പുറകൾ ശേഖരിക്കും. ഉദാഹരണങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യയുടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകണം, മാറ്റം വരുത്താൻ തയ്യാറാകണം. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാകണം, നിങ്ങളുടെ വിശ്വാസ സംഹിതയിൽ മാറ്റമുണ്ടാകണം, പ്രതീക്ഷകളിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ആ മുൻഗണനാ ക്രമത്തിൽ മാറ്റമുണ്ടാകണം. ഇതാണ് ആവശ്യം. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം, യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കടന്നു വരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ഹൃദയത്തിലൊരു പരിവർത്തനം ഉണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ യേശുവിൻ്റെ പ്രഘോഷണം വളരെ വ്യക്തമായിരുന്നു. ഇതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വരിക. മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ കൊടുക്കുന്നത്, യേശു നസറത്തിലെ സിനഗോഗിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: യേശയ്യായുടെ പുസ്തകം നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ അവൻ ഇപ്രകാരം എഴുതിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യേശയ്യായുടെ പുസ്തകം 62-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ അവനെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഘോഷിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രതീക്ഷ. ദൈവം അന്ധർക്ക് കാഴ്ച നൽകുന്നു, ബന്ധിതർക്ക് മോചനം നൽകുന്നു, തടവുകാർക്ക് വിടുതൽ നൽകുന്നു. വലിയ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ജൂബിലിയുടെ പ്രഘോഷണമാണ്. കർത്താവിന് സ്വീകാര്യമായ വത്സരം ജൂബിലി വത്സരമാണ്. ഇസ്രായേൽക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജൂബിലി വത്സരമെന്ന്. 50 വർഷത്തിലൊരിക്കൽ വരുന്ന വിടുതലിൻ്റെ കാലമാണ് ജൂബിലി വർഷം. എല്ലാ കടങ്ങളും ഇളവ് ചെയ്തു കൊടുത്ത്, എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം നൽകി,
ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമാധാനം പുനഃസ്ഥാപിക്കുന്ന വലിയ ആഘോഷത്തിൻ്റെ അവസരമാണ് ജൂബിലി. ഇതാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. എന്നിട്ട് പറയും 21-ാമത്തെ 14-21 നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടെ കാതിൽ, ടുഡേ ഇൻ യുവർ ഹിയറിംഗ്, ഇൻ യുവർ ഇയേഴ്സ് ദിസ് സ്ക്രിപ്ചർ ഹാസ് ബിൻ ഫുൾഫിൽഡ്. നിങ്ങളുടെ പ്രതീക്ഷ എഴുതാ പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ. അത് സ്വീകരിക്കാൻ തയ്യാറാകണം, കേട്ട് വിശ്വസിക്കണം. പക്ഷെ അവരെന്താ ചെയ്യുക? അവർ കണ്ണ് തുറച്ചിരിക്കുകയാണ്. എന്ത് അത്ഭുതമാണ് നീ ചെയ്യുക? അവർ ചോദിച്ചു. കഫർനാമിൽ നീ ചെയ്തെന്ന് കേട്ട അത്ഭുതങ്ങൾ ഇവിടെയും പ്രവർത്തിക്കുക, അടയാളങ്ങൾ കാണണം. ഇപ്പോൾ സുവിശേഷ പ്രഘോഷണം യേശുവിൻ്റെ വാക്ക് സ്വീകരിക്കുന്നതിന് പകരം യേശുവിനെ കൊണ്ട് അടയാളങ്ങൾ പ്രവർത്തിച്ച് അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കാമെന്നാണ് പറയുക. അപ്പോൾ യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ മുമ്പിൽ ചിലർ ഹൃദയം അടച്ചു കളയുന്നു. ദൈവമാണ് വരുന്നത്, ദൈവം നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, ഹൃദയവാതിൽക്കൽ മുട്ടുകയാണ്, തുറക്കൂ, ഇതാ പ്രഭാതമായിരിക്കുന്നു, ദൈവരാജ്യം ഉദയം ചെയ്തിരിക്കുന്നു, ഉദയരശ്മികൾ നിങ്ങളുടെ അന്ധകാരാവൃതമായ ഹൃദയത്തിലേക്ക് കടന്നു വരും, ഹൃദയം തുറക്കൂ, വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഹൃദയം കൊട്ടിയടയ്ക്കുകയാണ് ചെയ്യുന്നെങ്കിൽ പിന്നെ എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും? ഇതാണ് സാഹചര്യം. അത് മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാകും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അതിൻ്റെ അടയാളങ്ങളായിട്ട് കൊടുത്തു. അടയാളങ്ങളായിട്ട് പിശാചുബാധിതനെ സുഖപ്പെടുത്തി, പല കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, പല രോഗശാന്തികളും നൽകി. ഇതെല്ലാം ദൈവരാജ്യം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു. പക്ഷേ അവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവസാനമായി സിനഗോഗിൽ യേശു ഒരു കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഒരു സംഘർഷത്തിൻ്റെ അവസാന ഭാഗമാണത്. പലതരത്തിലുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ് 5-ാമത്തെ വിവാദമാണ് 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. എല്ലാവരും സന്തോഷിക്കേണ്ടതായിരുന്നു. ഈ കൈ ശോഷിച്ചവന് സൗഖ്യം നൽകുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ അടയാളമോടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കേണ്ടതായിരുന്നു. പക്ഷേ നേതാക്കന്മാരെന്താ ചെയ്യുക? ഫരിസേയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹേറോദിസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഹൃദയം കുട്ടിയടച്ചു, കണ്ണ് പൂട്ടിയടയ്ക്കുകയാണ്, യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടയ്ക്കുകയാണ്. ഇങ്ങനെ ഹൃദയം അടച്ചവർക്ക് ഇനി എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കാൻ സാധിക്കും? ഇങ്ങനെ വളരെ വ്യക്തമായ യേശുവിനെതിരെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. യേശുവിനെ തിരസ്കരിച്ചു, മാത്രമല്ല വധിക്കാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് യേശു ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാൻ സാധിക്കും. സാധാരണ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ റോമക്കാരൊരു കഥ പറയാറുണ്ട്. റോമിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ റോമിൽ 2 കൂട്ടം ജനങ്ങളുണ്ട്. പട്രീഷ്യൻസ് എന്ന് പറയുന്ന നേതൃവിഭാഗവും പ്ലേബിയൻസ് എന്ന് പറയുന്ന സാധാരണക്കാരും. അവരിൽ നിന്നാണ് പട്ടാളക്കാരുണ്ടാകുന്നത്. പട്രീഷ്യൻസാണ് നേതാക്കന്മാർ, പ്ലേബിയൻസ് സാധാരണ ജനങ്ങൾ, പടയാളികൾ. റോമൻ പടയാളികൾക്ക് സൈന്യങ്ങൾ കൊടുക്കുന്ന ശമ്പളം പോരാ എന്നവർ പലതവണയായി ഈ സെനറ്റിനെ അറിയിക്കുമായിരുന്നു. പിന്നെ ആവട്ടെ ശമ്പള പരിഷ്കരണം പിന്നെ ആവട്ടെ എന്ന് അവർ പലപ്പോഴായി കൊടുത്ത് പരിഗണിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 10 ലീജിയൻസ് ഒരുമിച്ച് റോമ പട്ടണത്തിന് ചുറ്റും വന്ന് പാളയമടിച്ചു. ഒലീജിയൻ മുതലത്തേക്കും 5000 മുതൽ 5000 വരെയുടെ പടയാളികളാണ്. അപ്പോൾ 120ഓളം ലീജിയൻസ് ഉള്ളതാണ് ഈ റോമക്കാർക്ക്. അതിൽ 10 ലീജിയൻ ഒരുമിച്ച് വന്ന് ഇവിടെ പാളയമടിച്ചു. ഇന്ന് ഞങ്ങൾക്ക് തീരുമാനം അറിയണം, നിങ്ങൾ ശമ്പളം കൂട്ടി തരുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. നാളെ ഞങ്ങൾ റോമനെ ആക്രമിക്കാൻ പോകുക. ഇനി വിദേശീയരെയല്ല, റോമനെ ആക്രമിച്ച് ഞങ്ങൾ കീഴടക്കും, ഞങ്ങൾ ഭരണം നടത്തും. ഈ ഒരു തീരുമാനവുമായിട്ട് നിൽക്കുകയാണ് ലീജിയൻ. ഞങ്ങളിനി ഒരു സംഭാഷണത്തിനും തയ്യാറല്ല. ആവശ്യത്തിന് മിച്ച സംഭാഷണങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പട്രീഷ്യൻസ് മനസ്സിലാക്കി ഇത് സംഗതി പ്രശ്നമാണ്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ശമ്പളം കൂട്ടി കൊടുക്കാനുള്ള സാധ്യതയില്ല, ഖജനാവിന് സാധ്യതയില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? നാളെ രാവിലെ ആക്രമണമുണ്ടാകും. റോമൻ പടയാളികൾ തന്നെ റോമ ആക്രമിച്ച് കീഴടക്കി സെനറ്റേഴ്സിനെയും കൊന്ന് ഒരു ഭരണം കീഴടക്കാൻ പോവുകയാണ്. വലിയ ആഭ്യന്തര കലാപം ഉണ്ടാകാൻ പോവുകയാണ്. ഒരു സംഭാഷണത്തിനും തയ്യാറുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ എന്തു പറയും? എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ ഇവർ തയ്യാറല്ല, കേൾക്കാൻ സന്നദ്ധരല്ല.
അപ്പോഴാണ് വൃദ്ധനായ മെനേനൂസ് അഗ്രിപ്പ എന്ന് പറയുന്ന ഒരു സെനറ്റർ ഇവരുടെ അടുക്ക് ഈ പടയാളികളുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് വന്നു. കണ്ടതേ പറഞ്ഞു, സന്ധി സംഭാഷണത്തിലാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, തല ഞങ്ങൾ എടുക്കും. ഇല്ല, എനിക്കൊരു സംഭാഷണവുമില്ല. എന്ത് സന്ധി ചെയ്യാൻ? ഞാൻ ഈ വയസ്സിന് എന്ത് സന്ധിക്ക് വേണ്ടി വരാനാണ്? എനിക്കൊരു കഥയെ പറയാനുള്ളൂ. നിങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കരുത്, ഞാനൊരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഓ, കഥയാണോ, കേൾക്കാം. ഏതായാലും ബോറടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. കഥ ഇതാണ്: പണ്ട് ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടി വയറിനെതിരെ ഒരു സമരം തുടങ്ങി. അവർ നോക്കിയപ്പം വയറിങ്ങനെ തിന്ന് വികസിക്കുകയാണ്. ഒരു പണിയും ചെയ്യാത്ത ഏക അവയവം വയറാണ്. കാല് നടക്കുന്നു, കൈ അധ്വാനിക്കുന്നു, കണ്ണ് നോക്കുന്നു, ചെവി കേൾക്കുന്നു, വായ തുറന്ന് പല്ല് ചവയ്ക്കുന്നു, എല്ലാം പോകുന്നത് ഉദരത്തിലേക്ക്. അതുകൊണ്ട് തീരുമാനിച്ചു, ഈ പരിപാടി നടക്കില്ല. നമ്മളിങ്ങനെ അധ്വാനിച്ച് വയറിനെ പോറ്റിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു സമരം ചെയ്യാൻ പോവുകയാണ്. വയറിനെതിരെ സമരം. അത് രസമാണല്ലോ സമരം. അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു. കാല് പറഞ്ഞു, ഞാൻ ഇനി ആരെ അടി മുന്നോട്ട് പോവില്ല, നടക്കില്ല. കൈ പറഞ്ഞു, നീ കൊണ്ടുപോയാലും ഞാനൊരു സാധനം എടുക്കില്ല. കണ്ണ് പറഞ്ഞു, ഞാൻ നോക്കില്ല. വായ പറഞ്ഞു, ഞാൻ തുറക്കില്ല. പല്ല് പറഞ്ഞു, ഇനി അഥവാ എന്തെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചവയ്ക്കില്ല. നാവ് പറഞ്ഞു, ഒന്നും ഞാൻ ഉള്ളിലേക്ക് ഇറക്കുകയുമില്ല. എല്ലാവരും സമ്മതിച്ചു. ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. വയറിനെതിരെ സമരം, സന്ധിയില്ലാ സമരമാണ്. ഇപ്പോൾ സുഖമായിട്ടിരുന്നു, കണ്ണുമടച്ച് ഇരിക്കുകയാണ്. ആദ്യ ദിവസം രസമായിരുന്നു, ഒരു പണിയും ചെയ്യേണ്ടതല്ലോ. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ക്ഷീണം തോന്നാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാൻ പാടില്ല, ആർക്കും അനങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ പോവുകയാണ്. ആ കഥ തീർന്നു. ആ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അവർ ആലോചിച്ചു. അപ്പോൾ പ്രത്യക്ഷത്തിൽ വയറൊരു പണിയും ചെയ്യുന്നില്ല എങ്കിലും കിട്ടുന്നതെല്ലാം വയറ് സ്വന്തമാക്കുകയല്ലല്ലോ. ഈ ഭക്ഷണ സാധനം മുഴുവനും ദഹിപ്പിച്ച് ഓരോന്നിനും ആവശ്യമായ രീതിയിൽ കണ്ണിന് ലെൻസായും തൊലിക്ക് ചർമ്മ ഇതായും ഓരോന്നിനും ആവശ്യമായിട്ടുള്ളതെല്ലാം വിധിച്ചു കൊടുക്കുന്നത് വയറാണ്. അപ്പോൾ വയറിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നില്ല, പക്ഷേ അത് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മൾ അധ്വാനിക്കുന്നു പറയുന്നത് ഇതുപോലെ തന്നെ ഭരണാധികാരികളും അധ്വാനിക്കുന്നുണ്ട്. ഈ ഒരു സമരം വയറിനെതിരെ അവയവങ്ങൾ ചെയ്യുന്ന പോലെ ഒരു സമരമാണ്. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ അവർ പ്രേരിതരാവുകയാണ്. അപ്പോൾ ഉപമകൾ പറയുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു സന്ധി സംഭാഷണത്തിൽ തയ്യാറല്ലാത്ത, കേൾക്കാൻ സന്നദ്ധമല്ലാത്ത ഒരു ജനത്തിൻ്റെ മുമ്പിൽ സംഭാഷണം തുടരാനായിട്ടുള്ള മാർഗമായിട്ടാണ് ഇവിടെ കഥ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യേശു പ്രധാനപ്പെട്ട കഥകളെല്ലാം പറയുന്നത് ഇങ്ങനെയാണെന്ന് ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ് ഉപമകൾ അങ്ങനെ വരിക കഥകളായിട്ട്. 13-ാമത്തെ അധ്യായത്തിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഉദാഹരണങ്ങളുണ്ട്, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ വിധക്കാരൻ്റെ ഉപമ മുതൽ ഇങ്ങോട്ടുള്ള ഉപമകളുടെ കഥകളായിട്ട് വരുന്നത് 13-ാമത്തെ അധ്യായത്തിലാണ്. മർക്കോസിന് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, അത് 12 പേരെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ്. യഹൂദ ജനവുമായിട്ടുള്ള ആ നേതൃത്വമായിട്ടുള്ള ഒരു വിടവ്, വിച്ഛേദനം സംഭവിച്ചു. യേശുവിനെ വധിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് അവരുമായി ഇനിയും ഒരു സംഭാഷണം തുടരുന്നത് കഥകളിലൂടെ. ലൂക്കായുടെ സുവിശേഷത്തിൽ കഥകൾ പറയുന്നത് 8-ാമത്തെ അധ്യായത്തിലാണ്. അതിന് മുമ്പ് ചെറിയ കഥകളില്ല എന്നല്ല. പക്ഷേ ഇങ്ങനെ ഒരു നിർണായകമായൊരു സാഹചര്യത്തിലാണ് യേശു തൻ്റെ പ്രബോധന ശൈലി തന്നെ മാറ്റുക. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഥ പറയുന്നത്? അവരൊന്ന് ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയാണോ? ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഈ കഥകളിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത് മറ്റ് നേരെ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇതാ ഇന്ന് ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നു, മനസ്സ് തിരിയുവിൻ എന്ന ആഹ്വാനം, അത് സ്വീകരിക്കാനും മനസ്സ് തിരിയാനും തയ്യാറാകാത്തപ്പോൾ ഇനി അങ്ങോട്ട് കഥകളിലൂടെ മാത്രമേ സാധിക്കൂ. സംഭാഷണം തുടരുന്നു, പക്ഷേ ഇനി കഥകൾ കൂടുതൽ മൂർച്ചയുള്ളതായിത്തീരുന്നു കാണാം. അടുത്ത തവണ മുതൽ ഓരോ ഉപമകളും പഠിക്കാൻ ശ്രമിക്കുകയായിരിക്കും. എടുക്കുന്ന ഉപമകളൊക്കെ വ്യക്തമാകുന്നുണ്ട്. എങ്ങനെയാണ് ദൈവരാജ്യം ആരംഭിക്കുക, എന്താണ് അതിൻ്റെ സ്വഭാവം, എന്താണ് അത് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതിലെങ്ങനെ പ്രവേശിക്കണം, അതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും ഓരോ ഉപമയിലൂടെയും പറയുക. അപ്പോൾ എന്തുകൊണ്ട് യേശു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാതുകൾ അടച്ചു കളയാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഇപ്പോൾ മർക്കോസിന് സുവിശേഷം വായിക്കുമ്പോൾ യേശയ്യാൽ നിന്നുള്ള ഉദ്ധരണി കാണും, ഞാൻ ഉപമകളിലൂടെ പറയുന്നവർ കേൾക്കിട്ടും ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇതൊരു പർപ്പസ് ക്ലോസ് അല്ല. യേശു ഉപമകളിലൂടെ സംസാരിക്കുന്നവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, കേട്ടിട്ടും മനസ്സിലാക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അവർ ഹൃദയം അടച്ചു കളഞ്ഞു, മാനസാന്തരത്തിന് തയ്യാറല്ല. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സന്നദ്ധമല്ലാതെ അടഞ്ഞ കാതുകളുമായിട്ടാണ് ഞാൻ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ എപ്പോഴും ഉപമകൾ തന്നെയായിരിക്കും അത്. പക്ഷേ എൻ്റെ ഹൃദയം തുറക്കാൻ ഞാൻ തയ്യാറാവുന്നെങ്കിൽ, സ്വീകരിക്കാൻ സന്നദ്ധനാവുന്നെങ്കിൽ, ഇത് കേട്ടു മനസ്സ് തിരിഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ തയ്യാറാവുന്നെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും.
അതുകൊണ്ടാണ് യേശു പറയുന്നത് ശിഷ്യന്മാരോട്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ കാണുന്നവ ഭാഗ്യമുള്ളത്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, കാരണം ദൈവം നിങ്ങൾക്ക് കണ്ണ് തുറന്നു തന്നിരിക്കുകയാണ്. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, കാരണം നിങ്ങൾ കേൾക്കുന്നു, ഗ്രഹിക്കുന്നു. മറ്റവർക്ക് അങ്ങനെയല്ല. മനഃപൂർവ്വം കണ്ണടച്ച് കളഞ്ഞവർക്ക് പിന്നെ കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഉപമകളിലൂടെ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം അർത്ഥം വ്യക്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അർത്ഥം ഗ്രഹിക്കാൻ അവർ തയ്യാറാകാത്തത് കൊണ്ടാണ്. അതൊരു കോൺസിക്വൻസാണ്. സംഭാഷണം തുടരുന്നു. അപ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്. നമ്മുടെ മനസ്സ് അടഞ്ഞൊരു മനസ്സാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ, എൻ്റെ താല്പര്യങ്ങൾ മാത്രമേ ഞാൻ പരിഗണിക്കൂ എന്നൊരു നിലപാടാണ് എനിക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാനാവില്ല. ഇപ്പോൾ ദൈവരാജ്യം എന്നത് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ദൈവം എന്നെ മകനായി അഥവാ മകളായി സ്വീകരിക്കുന്നു. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ ഭരണമാണ് നിന്നെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് നീ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഈ സ്നേഹം എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ അതിന് എൻ്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. അതിനെൻ്റെ ചുറ്റുമിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സഹോദരങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് ഭൗതികമായ അതിഭൗതികമായ ലക്ഷ്യമുണ്ട് എന്ന് ഓർക്കണം. ഈ ഭൂമിയിലല്ല എൻ്റെ സ്ഥിരവാസം. ഇവിടുന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് ലക്ഷ്യമുണ്ട്. എന്നും ദൈവത്തോടൊന്നിച്ചായിരിക്കണം. എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ്. ഞാനിവിടെ ഒരു വഴിപോക്കനാണ്, കടന്നു പോകേണ്ടവനാണ്. ഇവിടെ എനിക്ക് സ്ഥിരമായ വാസസ്ഥലമുണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അധ്വാനിക്കണം. പക്ഷേ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എനിക്ക് മാത്രമായി ഞാൻ സൂക്ഷിച്ചു വയ്ക്കരുത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതാണ് യേശു പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സ്നേഹത്തിന് ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പോഴെല്ലാം ഉപമകളിലൂടെ ആയിരിക്കും. അപ്പോൾ ഉപമകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയം തുറക്കാൻ സന്നദ്ധമാവണം. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക. കാരണം അവർ ഹൃദയം തുറന്നവരായിരുന്നു, യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായവരാണ്. പിന്നീട് പറയും, കർത്താവ് ഇതാ നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം ത്യജിക്കാൻ തയ്യാറായല്ലോ. എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരാണ്. പത്രോസ് വീടും വള്ളവും വലയും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവനാണ്. ഇതുപോലെ യേശുവിനെ അനുഗമിക്കാൻ, യേശുവിന് വേണ്ടി തീരുമാനമെടുക്കാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ, ആ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ഉപമകൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഉപമകൾ കേൾക്കുമ്പോൾ ഒരു മനോഭാവത്തിലുള്ള മാറ്റമുണ്ടാകണം. ദൈവം സൗജന്യമായി നൽകുന്ന ഈ ദാനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദാരമായി ഹൃദയം തുറക്കാനും പങ്കുവയ്ക്കാനും തയ്യാറാകണം. അപ്പോഴാണ് കണ്ണിന് കാഴ്ച തെളിയുക. ഈ കണ്ണിലെ തിമിരം മാറണം. സ്വാർത്ഥത, അധികാര മോഹം, ദ്രവ്യാഗ്രഹം, ആസക്തികൾ, അസൂയ, ഇതെല്ലാം എൻ്റെ കണ്ണിനെ തിമിരം ബാധിച്ചിരിക്കുക. അത് മാറാതെ ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉദയം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടണം. അതാണ് യേശു അവരുടെ കണ്ണ് തുറന്നു എന്ന് പറയുക, അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവെ അങ്ങയെ കാണാനായിട്ട് എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിത്യവുമായ ദൈവമേ, അങ്ങയുടെ സ്നേഹം ഈ പ്രപഞ്ചത്തിൽ ഒരു യാഥാർത്ഥ്യമായി സൂര്യനെ പോലെ ഉദിച്ചുയരുന്നത് കാണാൻ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഭവവേദ്യമാക്കാൻ അവിടെ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാതുകൾക്ക് ഗ്രഹിക്കത്തക്കയാവട്ടെ. അങ്ങയുടെ വഴികളിലൂടെ നടക്കാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. യഥാർത്ഥമായ മാനസാന്തരത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും ദൈവരാജ്യത്തിലെ അംഗങ്ങളാകാനും അങ്ങനെ എന്നും അങ്ങയോടുകൂടി ആയിരിക്കാനും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നിരന്തരം അതിനെക്കുറിച്ച് ധ്യാനിച്ചിരുന്നത് പോലെ ഞങ്ങളും വചനം സ്വീകരിച്ച് ധ്യാനിക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ